വാർത്തകൾ. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ മരണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. അന്വേഷണം കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ. അനീഷിന്റെ മരണത്തിൽ സഹപ്രവർത്തകനും മേലുദ്യോഗസ്ഥരും പങ്കുണ്ടെന്ന ആരോപണം. പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ ജീവനൊടുക്കിയതിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ജോസഫിന്റെ മൃതദേഹവുമായി കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധ സമരം നടത്തി UDF. സർക്കാർ ജനങ്ങൾക്ക് ദുരന്തം മാത്രം സമ്മാനിക്കുന്നുവെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ വ്യാപക പരിശോധനയുമായി കൊച്ചി സിറ്റി പോലീസ്. റെയ്ഡ് നടത്തിയത് 194 സ്ഥലങ്ങളിൽ. 114 പേർ അറസ്റ്റിൽ. പിടിയിലായവരിൽ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരും. കേരളത്തിൽ രാസലഹരി ഉപയോഗം വർദ്ധിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അനിൽകുമാർ നിർദ്ദേശം. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനും നോട്ടീസ്. ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷം. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. ചർച്ചകൾ തുടരുമെന്ന് ജയറാം രമേശ്. റഷ്യയിൽ സൈനിക വിമാനം തകർന്ന് 65 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടത് യുക്രൈൻ സൈനിക തടവുകാർ. അപകടം തെക്കൻ ബെൽഗോറോഡ് മേഖലയിൽ. മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ നാളെ തിയേറ്ററുകളിലേക്ക്. മാസ് ചിത്രമായി മാത്രം കാണരുതെന്ന് മോഹൻലാൽ. ലിജോ പെലിശ്ശേരി ചിത്രത്തെ ആവേശത്തോടെ വരവേറ്റ് ആരാധകർ. വിശദാംശങ്ങളിലേക്ക്. കൊല്ലം പരവൂർ മുൻസിഫ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ സ്വയം ജീവനൊടുക്കിയതിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിറക്കി. മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദവും പരസ്യമായ അവഹേളനവും സഹിക്കാനാകാതെയാണ് അനീഷ സ്വയം ജീവനൊടുക്കിയെന്ന് ബന്ധുക്കൾ